കാലി സിലിണ്ടറിൽ നിന്ന് ഫുൾ സിലിണ്ടറിലേക്ക് റെഗുലേറ്റർ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. ക്യാപ്പ് ഊരേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വള്ളി ഉണ്ടല്ലോ, ഈ വള്ളി ഇങ്ങനെ പുറകിലോട്ട് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ സീല് നമുക്ക് ഊരിയങ്ങ് എടുക്കാം. എടുത്തു കഴിഞ്ഞതിന് ശേഷം ബാക്കിലോട്ട് വലിച്ചാൽ ഇങ്ങനെ ഊരിയെടുക്കാം. പിന്നെ രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്യാപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിലോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊക്കിയും എടുക്കാം. റെഗുലേറ്റർ നമുക്ക് ഈ കാലി സിലിണ്ടറിൽ നിന്ന് ഊരിയെടുക്കാം. ഇപ്പോൾ ഓൺ പൊസിഷനിലാണ് ഇരിക്കുന്നത്. ഇത് ഓഫിലേക്ക് വെച്ചിട്ട് ഇവിടെ ഒരു ബുഷ് ഉണ്ട്, ഈ ബുഷ് മേളിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഊരിയെടുക്കാം നമുക്ക്. റെഗുലേറ്റർ ഇത് നമുക്ക് ബുഷാണ്. ഇത് ബ്ലാക്ക് കളറുണ്ട്, വൈറ്റ് കളറുണ്ട്. ഇത് മേളിലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ സിലിണ്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മേളിലേക്ക് ആക്കി ഇതിനകത്ത് വെച്ച് കണക്ട് ചെയ്ത്, പിന്നെ ഇത് ഓണാവാൻ ചില സിലിണ്ടറിലൊക്കെ ഓണാവാൻ വേണ്ടി ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 2 ഫിംഗർ ഉണ്ടല്ലോ, ഈ 2 ഫിംഗർ വെച്ചിട്ട് ഈ ബുഷ് എന്ന് പറഞ്ഞ സാധനം, അതായത് ഇവിടെ ഇത് ലോക്ക് ഉണ്ടല്ലോ, ലോക്ക് എന്നല്ല ശരിക്കും ബുഷ് എന്നാണ് അതിനെ പറയുന്നത്. ഇത് ഈ 2 ഫിംഗർ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയ്ക്ക് ചെയ്ത് താഴത്തേക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീണ് കറക്റ്റായിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ മേളിലോട്ട് ഓൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇനി കത്തിക്കാൻ പാകത്തിനുള്ള കണ്ടീഷൻ ആയിട്ടുണ്ട്.